കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലെത്തി MP ബോർഡിലേക്ക് കരിയോലിൽ അയച്ച CPM പ്രതിഷേധത്തിനുള്ള മറുപടി പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ രംഗത്തുള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലുള്ളത്. വിവാദ വിഷയങ്ങളിൽ സുരേഷ് ഗോപി മൗനം തുടരുകയാണ്. നേരത്തെ സുരേഷ് ഗോപി ചില പ്രതികരണങ്ങൾ നടത്തിയത് ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് നേരത്തെ സുരേഷ് ഗോപി പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ CPM പ്രവർത്തകർ എത്തി അവിടെ പ്രതിഷേധം നടത്തിയത്. അതിനോടുള്ള ഒരു മറുപടി പ്രതിഷേധമാണ് BJP പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രതിഷേധക്കാർ കടന്നു കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ ചിലർ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. BJPയുടെ പതാക വീശിക്കൊണ്ടാണ് പ്രതിഷേധം. ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറി BJP പതാക വീശിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, പോലീസ് ഉയർത്തിയ ബാരിക്കേഡിന് മുകളിൽ BJP പ്രവർത്തകൻ കയറി കൊടി വീശിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? GK തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് തടഞ്ഞിരിക്കുന്നത്. പക്ഷേ വനിതാ പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമം അത് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെ വൈകുന്നേരമാണ് CPM കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിനിടയിൽ CPM പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു. ഈ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്ന് ഇന്നലെ CPMന്റെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുകയും അവിടെ സംഘടിച്ചെത്തിയ CPMഉം BJPയും തമ്മിൽ ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വിളിയും പിന്നീട് വാക്കുതർക്കവും കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു. പരസ്പരം ചേരിതിരിഞ്ഞ് പ്രവർത്തകർ ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ വലിയ രീതിയിലുള്ള CPM അക്രമം ഉണ്ടായെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും അറിയിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തൃശ്ശൂരിലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്ന നിരവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് BJPയുടെ ശക്തി തെളിയിക്കുന്ന പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. പിരിഞ്ഞു പോകണം എന്ന് കാണിച്ചുകൊണ്ട് പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് ഉയർത്തി കാണിക്കുന്നുണ്ട്. നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്ന തരത്തിൽ മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ജലപീരങ്കി ഉണ്ട്. അതോടൊപ്പം തന്നെ സമരക്കാരെ നേരിടേണ്ടതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ CPMന്റെ ഓഫീസിലേക്ക് BJP പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധം അത് പോലീസിനെ നേരിടുന്നതിൽ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിരലിലെണ്ണാവുന്ന പോലീസുകാർ മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ചേരിതിരിഞ്ഞ CPMഉം BJPയും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായത് ജലപീരങ്കി പ്രയോഗിക്കാൻ പോകുന്നു പ്രതിഷേധക്കാർക്ക് നേരെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന മുന്നറിയിപ്പ് വന്നിട്ടും പ്രവർത്തകർ ഇപ്പോഴും പിൻവാങ്ങുന്നില്ല. അവർ ഈ ബാരിക്കേഡിന് മുകളിൽ തന്നെ കയറി നിന്ന് പ്രതിഷേധിക്കുന്നു. ഇന്നലെ നടത്തിയ CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ഇന്നലെ ഒരു ഘട്ടത്തിൽ ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തിയതാണ്. ആ സമയത്ത് ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ തലക്ക് പോലീസിന്റെ ലാത്തി കൊണ്ട് അടിയേൽക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെയാണ് ഇന്ന് BJPയെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ കരിയോയിൽ പ്രയോഗം അത് ഓഫീസിന് നേരെ ഉണ്ടായ അക്രമമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്. തങ്ങളുടെ വൈകാരിക ഇടമാണ്. തങ്ങൾക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ലഭിച്ച കേന്ദ്രമന്ത്രി ഒരു MP സീറ്റ് ലഭിച്ച് അതിലൂടെ കേന്ദ്രമന്ത്രിയായ ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ ഉണ്ടായ അക്രമം അത് വൈകാരിക തലത്തിൽ തങ്ങൾ എടുക്കുന്നുവെന്ന് ഇന്നലെ തന്നെ BJP പ്രഖ്യാപിച്ചതാണ്. ആ വികാരം ഇവിടെ ഈ പ്രതിഷേധ വേളയിൽ നമുക്ക് പ്രകടമാകുന്നുവെന്ന് വേണം കണക്ക് കൂട്ടാൻ. ഇപ്പോൾ ബാരിക്കേഡ് മറിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാനായി ബാരിക്കേഡ് പിടിച്ചുയർത്തുന്നതും ഉലക്കുന്നതും എല്ലാം കാണാം. അത്തരത്തിൽ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിരവധി വനിതകളടക്കം അണിനിരന്നുകൊണ്ടുള്ള ഒരു സമരം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ പോലീസ്. പക്ഷേ
ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ വനിതാ പ്രവർത്തകരടക്കം പിൻവാങ്ങുന്നില്ല. ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നിരവധി BJP പ്രവർത്തകർക്ക് ഇന്നലെ നടന്ന സംഘർഷത്തിലടക്കം പരിക്കേറ്റിരുന്നു. 5-ലധികം BJP പ്രവർത്തകർക്കാണ് ഇന്നലെ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ CPM മാർച്ച്, ആ മാർച്ചിലാണ് ബോധപൂർവം അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇതേ തുടർന്നാണ് വലിയൊരു പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇവരാരും പിൻവാങ്ങുന്നില്ല. പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. വലിയ രീതിയിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോഴും മുൻനിരയിൽ തന്നെയുണ്ട്. ബാരിക്കേഡ് മറയ്ക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും ബാരിക്കേഡ് മറയ്ക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കം ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ K. സുരേന്ദ്രന്റെ ഒക്കെ നേതൃത്വത്തിലാണ് തൃശ്ശൂരിൽ ശക്തമായ സമരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനുണ്ട്, K. സുരേന്ദ്രനുണ്ട്. അങ്ങനെ തുടങ്ങി BJPയുടെ കരുത്തരായ നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് എടുത്തുയർത്തി വീണ്ടും സംഘടിച്ച ബാരിക്കേഡ് എടുത്തുയർത്താനുള്ള ഒരു ശ്രമം, ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമം അത് വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു റൗണ്ട് ഇപ്പോൾ ജലപീരങ്കി അടിച്ച് അത് നിർത്തിയിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുന്നു. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഗോപികൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJP പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധത്തെ ബാരിക്കേഡ് ഉയർത്തി തടുക്കാനുള്ള പോലീസിന്റെ ശ്രമം വിഫലമാകുന്ന ഒരു ഘട്ടത്തിൽ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ BJPയുടെ പതാക പാറിക്കുകയാണ്. അതിവൈകാരികമായ ഒരു പ്രതിഷേധ പ്രകടനത്തിന് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ CPM പ്രവർത്തകർ എത്തി കരിയോയിൽ ഒഴിച്ചത്. അത് വളരെ വൈകാരികമായ ഒരു വിഷയമായി BJP പ്രവർത്തകർ എടുത്തിരിക്കുന്നു എന്നതിന് സാക്ഷ്യം പറയുകയാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധം. BJP പ്രവർത്തകർ തൃശ്ശൂരിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രവർത്തകരെ തടയുകയും സംഘർഷ സാഹചര്യം ഉടലെടുത്ത പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് BJPയുടെ പതാക പാറിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കാണാൻ കഴിയും. വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറുപടികളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് CPM പ്രവർത്തകരുടെ മാർച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അവിടെ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്ന് അതിനോടുള്ള വൈകാരികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് ഈ പ്രതിഷേധത്തിന് തടയിട്ടിരിക്കുന്നു. ആ ബാരിക്കേഡിന് മുകളിൽ കയറി BJPയുടെ പതാക പാറിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി അവർ പ്രതിഷേധം അറിയിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. നമുക്ക് തത്സമയം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. തൃശ്ശൂരിൽ BJPയുടെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.